തദ്ദേശപോരിന്റെ പ്രചാരണത്തിനിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇടതുമുന്നണി പുറത്തിറക്കിയ തിളക്കം വികസന പത്രികയ്ക്കെതിരെ നടപടി കടുപ്പിക്കാനൊരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ 2 ദിവസത്തിനകം റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇടതു നേതാക്കൾക്കെതിരെ കർശന നടപടിയാകും കമ്മീഷൻ സ്വീകരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരികൊണ്ടിരിക്കെ കോഴിക്കോട് കോർപ്പറേഷനിൽ LDF കൊണ്ടുവന്നതാണ് തിളക്കം വികസന പത്രിക. ഒടുവിൽ ആ തിളക്കത്തിൽ തട്ടി ഇടതു നേതൃത്വം തന്നെ വീണു. കഴിഞ്ഞ 5 വർഷത്തെ കോർപ്പറേഷൻ ഭരണത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണെന്ന വാദം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അംഗീകരിച്ചില്ല. ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. എന്നാൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് അപൂർണമാണെന്ന് കളക്ടർ അറിയിച്ചു കഴിഞ്ഞു. വീണ്ടും റിപ്പോർട്ട് നൽകാനും കോർപ്പറേഷൻ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 26-നാണ് LDF തിളക്കം പ്രകാശനം ചെയ്തത്. എന്നാൽ പിന്നീട് മുഖചിത്രമടക്കം മാറ്റിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് LDF വിതരണം നടത്തിയതെന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. ഇത് സംബന്ധിച്ച രേഖകൾ കൂടി ഉൾപ്പെടുത്തി റിപ്പോർട്ട് കൈമാറാനാണ് ജില്ലാ ഭരണകൂടം സെക്രട്ടറിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏത് പ്രസ്സിൽ അച്ചടിച്ചു, അച്ചടിച്ച സമയം, എത്ര കോപ്പി വിതരണം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളടക്കം റിപ്പോർട്ടിൽ രേഖപ്പെടുത്താനുമാണ് നിർദ്ദേശം. ഈ റിപ്പോർട്ട് ലഭിച്ചാലുടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൈമാറും. കമ്മീഷൻ ഇക്കാര്യത്തിൽ വിശദ പരിശോധന നടത്തും. അതേസമയം കളക്ടറുടെ നിർദ്ദേശം മറികടന്നും ചില വാർഡുകളിൽ വികസന പ്രോഗ്രസ് റിപ്പോർട്ട് LDF വിതരണം ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെതിരെ BJPയും UDFും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനൊരുങ്ങുകയാണ്. KP ശ്യാമപ്രസാദ്, ജനം, കോഴിക്കോട്.